ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. പ്രത്യേക പഠന പരമ്പര ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. ഒരു വിശ്വാസി എപ്രകാരമാണ് തൻ്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കേണ്ടത്, അതിനാവശ്യമായ പഠന പരമ്പരയാണ് ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. എന്തുകൊണ്ട് നാം വിശ്വസിക്കുന്നു, നാം വിശ്വസിക്കുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, ഇതാണ് ഈ പഠനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം. 4ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ അവതരണത്തിലെ പ്രധാനപ്പെട്ട ചിന്തകൾ മാത്രം ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദൈവവചനം സാക്ഷ്യങ്ങളുടെ പുസ്തകമാണ്. ദൈവത്തിൽ നിന്ന് കേട്ടവരും ദൈവത്തെ അനുഭവിച്ചവരും കണ്ടവരുമായവരുടെ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷി നിന്നവർ, കണ്ടവർ, അനുഭവിച്ചവർ, അവർ ആ അനുഭവത്തെ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുകയാണ്. അത് ആധികാരികമാണ്, സത്യസന്ധമാണ്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ദൈവം മനുഷ്യരായി കടന്നു വന്നപ്പോൾ പോലും പഴയ രേഖകളെ ആധാരമാക്കിക്കൊണ്ട് തെളിവുകളായി അവതരിപ്പിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന 39 പുസ്തകങ്ങളിലായി എഴുതിയിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും, എല്ലാ കാര്യങ്ങളും വാസ്തവമാണ്. ഒരു ദൈവ പൈതൽ ഇന്ന് ഈ രേഖകൾ തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ദൈവവചനത്തിലുള്ള വിശ്വാസം അത് വളരെ പ്രധാനമാണ്. നാം കണ്ടു, ശൗൽ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് ശൗൽ എന്ന് പറഞ്ഞ ക്രൂരനായ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് കണ്ടു. വേറെ ഒരു ന്യായം, ഉത്തരം അതിന് നൽകാനില്ല. എങ്ങനെ ഈ മനുഷ്യൻ രൂപപ്പെട്ടു? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമ്മൾ കണ്ടു. 2 തിമോഥെയോസ് 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, എൻ്റെ ജീവിതം അവസാനം വരെ നയിക്കാൻ അവൻ മതിയായവനാണ്. ദൈവമുണ്ട് എന്ന വിഷയം, ദൈവമുണ്ട് എന്ന അവസ്ഥ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസിക്കില്ല. ദൈവമുള്ളത് കൊണ്ടാണ് വിശ്വാസി ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നത്. ഈ ഉത്തരവാദിത്വം ഒരു ചാർവികൻ, നിരീശ്വരവാദി, ദൈവനിഷേധിയുടെ ചുമലിലാണ്. ആ വ്യക്തി തെളിയിച്ചു തരണം. വിശ്വാസി പറയുന്ന തെളിവുകൾ സത്യമല്ലെന്ന് ആ വ്യക്തി തെളിയിച്ചു തരണം. അപ്പോൾ ദൈവമില്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ചാർവികൻ്റെ, ഒരു നിരീശ്വരവാദിയുടെ ചുമലിലാണ്. അതൊരിക്കലും അവന് കഴിയില്ല. ഒരു വിശ്വാസിയുടെ വാദം, നാം ചില വാദങ്ങളെ അവതരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഉറപ്പിക്കുന്ന വാദം, തെളിയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അസ്തിത്വം, അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുകളിൽ മറ്റൊരു ഉന്നതമായ ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന വാദഗതികൾ. ഈ പ്രപഞ്ചം മാത്രമല്ല, ഈ മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രതലം, പ്രപഞ്ചം, ഭൂമി, അഖിലാണ്ടം, ഇത് മാത്രമല്ല, ഇതിന് മുകളിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന വാദഗതികളാണ്. അതിൽ 1ാമത്തെ വാദം എന്ന് പറയുന്നത് കാരണത്തിൽ നിന്നുള്ള വാദം. കാരണം, ഹേതു, അതായത് ഒരു ശബ്ദമുണ്ടായാൽ ആ ശബ്ദമുണ്ടാകാൻ ഒരു കാരണം വേണം. ഒരു തീ ഉണ്ടായാൽ, ഒരു പൊടി ഉണ്ടായാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം വേണം. എന്തിനൊരു കാരണം വേണം? പ്രപഞ്ച ഉൽപ്പത്തി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമാണ് പ്രപഞ്ച തത്വജ്ഞാനം എന്നതിനെ വിളിക്കുന്ന വാദഗതിയാണ്. അതായത് നാം ഇന്ന് കാണുന്നതും അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഉണ്ടാകാൻ ഒരു കാരണമുണ്ടാകണം. വെറുതെ ഉണ്ടാകില്ല. ഈ പ്രപഞ്ചം ഒരു ഫലമാണ്. ഒരു കാരണം, അതിൽ നിന്നുണ്ടായ ഫലം. ഒരു മൂല കാരണമുണ്ട് ഈ പ്രപഞ്ചം ഈ വിധത്തിൽ കാണപ്പെടുന്നത്. ആ കാരണം ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ കാണുന്ന തെളിവുകളിൽ ഒരു വ്യക്തി വിശേഷണങ്ങളുണ്ട്. മനസ്സ്, ചിന്ത, ഇഷ്ടം തുടങ്ങിയ പല കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നൊരു വ്യക്തിയാകണം. വിശ്വാസികൾ അത് ദൈവം എന്ന് പറയും. എല്ലാം ഉണ്ടാകാൻ്റെ പിന്നിലുള്ള കാരണം, സകലത്തിൻ്റെ ലാക്കും കാരണഭൂതനുമായത്. റോമലേഖനം 1:20 അതേ കാര്യം പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തികളുടെ പുസ്തകം 14:17 പറഞ്ഞു. അദൃശ്യനായ ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ദൃശ്യമായ പ്രപഞ്ച ലോക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇന്ന് കാണുന്ന വസ്തുക്കൾ ഒരു സാക്ഷ്യമാണ്. ഒരാളുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യം, ശക്തനായ ദൈവിക സ്വഭാവമുള്ള ഒരാൾ ഉണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം. അപ്പോൾ അതാണ് ആ കാരണം. എല്ലാം ഉണ്ടാകാനുള്ള കാരണം ഈ വലിയ ഈ അദൃശ്യമായി നിൽക്കുന്ന
ആ വ്യക്തിയാണ്, ആ ശക്തിയാണ്. ശക്തി നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുമെങ്കിലും അതൊരു വ്യക്തിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ദൈവത്തെ കാണാൻ കഴിയും ഈ പ്രപഞ്ചത്തെ കണ്ടാൽ. ഒരു വിധത്തിൽ, പൂർണ്ണമായിട്ടല്ല, ദൈവമുള്ള ബന്ധം കിട്ടില്ല, പക്ഷെ ദൈവം ഉണ്ടെന്ന് കാണാൻ പറ്റും. ദൈവമുണ്ട് ആദ്യം തുടങ്ങേണ്ടത് അവിടെയാണ്. ദൈവമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം പറയേണ്ടത് ദൈവമുണ്ട്. അപ്പം നാം ഈ സൃഷ്ടിക്കും ഉപരിയായിട്ട് നോക്കാൻ കഴിയണം. ഈ സൃഷ്ടിയുടെയൊക്കെ ഉത്ഭവ കാരണം അതൊരു ദൈവീകമായ കാരണമാണ്. ഈ ലോകത്തിൻ്റെ പിന്നിൽ ദൈവീകമായ കാരണം കുരങ്ങൻ്റെ പരിണാമമല്ല, പൊട്ടിത്തെറിയല്ല. ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കാരണം ദൈവീകമാണ്. അത് ആ ചിന്ത ആദ്യ പടിയാണ്. അത് മാത്രം പോരാ ഒരുവനെ ദൈവവുമായുള്ള ബന്ധത്തിലെത്തിക്കാൻ. മറ്റനേക വാദഗതികൾ വേണം, അതിലേക്ക് നമ്മൾ വരാം. ഇത് ആദ്യപടി മാത്രമാണ്. ഈ ആദ്യപടിയാകുന്ന ഈ കാരണം, എല്ലാത്തിൻ്റെ പിന്നിൽ കാരണമുണ്ടെന്നും ആ കാരണം വെറും ലോകത്തിലെ ഒന്നുമല്ല എന്നുമുള്ളത് ആദ്യപടി എന്ന് പറയുന്നത് ആ ദൈവമെന്ന കാരണത്തെ വിശദീകരിക്കുന്നില്ല, ഇവിടെ ഉണ്ടെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി വാദഗതികൾ ആവശ്യമായി വരും. അപ്പം അതോടൊപ്പം തന്നെ ഈ കാരണം പര്യാപ്തമാണ്, മതിയായ കാരണമാണ്. കാരണം ഇതെല്ലാം സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിയുന്ന ഒരു കാരണമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. സൃഷ്ടിച്ചപ്പോൾ എല്ലാം ബാറ്ററി ചാർജ് പോയതുപോലെ തീർന്നു പോകുന്ന ഒരു കാരണമല്ല ഇത്. എല്ലാം അവസാനത്തോളം പരിപാലിച്ച് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു കാരണമാണ്. അല്ലെങ്കിൽ ഇതൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. നിത്യമായി നിലനിൽക്കുന്ന ഒരു കാരണമായിരിക്കണം ഇതിൻ്റെ പിന്നിലില്ല, സൃഷ്ടിയുടെ പിറകിലുള്ള. അപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. ഒരു കാരണമില്ലാതെ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും നിന്ന് ആരംഭിക്കണം. അത് വളരെ പ്രധാനമാണ് ആ തത്വം. അപ്പോൾ ആദ്യം ഉത്ഭവിച്ചത് അതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് ഈ ഉത്ഭവിക്കാൻ ശക്തിയായ കാരണമാണ്. ഉത്ഭവിപ്പിക്കാൻ മാത്രമല്ല, നിലനിർത്താനും ശക്തിയാണ്. ഇതിന് കാരണം ഫലം, കോസ് എഫക്റ്റ്. ഒരു ഫലം കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്. ഒരു ചെടി ഉണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ വിത്തുണ്ട്. ഒരു കണ്ണുനീരുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ കാരണമുണ്ട്. ഒരു ദേഷ്യമുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ കാരണമുണ്ട്. ഇത് സ്വതസിദ്ധമായ സത്യമാണ്. ഇത് തെളിയിക്കാൻ പ്രത്യേകിച്ച് തെളിവ് വേണ്ട. വൃത്തമെന്ന് തെളിയിക്കാൻ തെളിവ് വേണ്ട. അതായത് ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല. അതാണ് സ്വതസിദ്ധമായിട്ടുള്ള സത്യം. ഇത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ ഈ അറിവും സൂക്ഷ്മജ്ഞാനത്തിലൂടെ, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇതുണ്ട്, ഒരു ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്, നാമുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കത് കാണാം. നമ്മുടെ കണ്ണ് മുഖത്തായതുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അതിന് പ്രതിബിംബിക്കുന്ന ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണാം. നമ്മളുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്, ചവിട്ടി നിൽക്കുന്ന ഭൂമിയുണ്ട്. പക്ഷെ ഇതെവിടെ നിന്ന് ഉത്ഭവിച്ച? എവിടെ നിന്നാണ് ഇത് വന്നത്? അനാദിയായിട്ടുള്ളൊരു ബീജം ഇങ്ങനെ പരിണമിച്ചുണ്ടായതാണോ? ഈ പരിണാമവാദികൾ പറയുന്ന പോലെ ഒരു ചെറിയ ബീജം, അനാദിയായിട്ടുള്ളൊരു ചെറിയ ബീജം പരിണമിച്ച് വന്നതാണ്. അങ്ങനെയൊരു ചിന്ത തന്നെ അസംബന്ധമാണ്. പരിണാമവാദത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിക്കും. അങ്ങനെയൊരു ചിന്ത തന്നെ അസംബന്ധമാണ്. അത് മാത്രം ഇപ്പം ചിന്തിക്കാം. ഇപ്പൊ ഇന്ന് കാണുന്ന നിലനിൽക്കുന്ന എല്ലാം ഉണ്ടാകുവാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. ഒരു കാരണമില്ലാതെ ഇന്ന് കാണുന്ന, നമ്മുടെ ചുറ്റും കാണുന്ന ഒന്നും നിലനിൽക്കില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്ന ഒന്നും തനിയെ അങ്ങനെ ഉണ്ടാകുന്നതല്ല. ഒന്നും തനിയെ ഉണ്ടാകില്ല. അദൃശ്യമാണെങ്കിൽ ഒരു കാരണമുണ്ടാകും. അപ്പം അതുകൊണ്ട് നാം അത്ഭുതപ്പെടുന്നത് എവിടുന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത്? ഇതെല്ലാം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഇതെവിടുന്ന് വന്നു? എല്ലാം ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്ത്? രണ്ട് അടിസ്ഥാന അനുമാനങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരിക്കലും ഒന്നും ഉണ്ടാകില്ല. അതൊരു കാര്യം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല. രണ്ട്, നമ്മുടെ കൺമുമ്പിൽ എല്ലാം ഉണ്ട്. ഒരു വാസ്തവം നമ്മുടെ കൺമുമ്പിലുണ്ട്. ആകാശം, ഭൂമി, സൂര്യചന്ദ്രൻ, നക്ഷത്രാദികൾ, ചെടികൾ, പുഷ്പങ്ങൾ, മരങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, നദികൾ, പക്ഷികൾ, മനുഷ്യൻ, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സിദ്ധാന്തപരമായ ഒരു ചിന്ത നമുക്ക് തീർച്ചയായും ഉരുത്തിരിയാം. സൈദ്ധാന്തികമാണ്, സിദ്ധാന്തപരമായ ചിന്തയാണ്. എന്താണത്? ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടു. ഒന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല. രണ്ട്, നമ്മുടെ മുമ്പിൽ എല്ലാം കാണുന്നുണ്ടെന്നാണ്. എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാകാൻ കാരണമായ ഒന്ന്
ആദി മുതൽ അനന്തമായി നിത്യമായ ഒന്നുണ്ട്. നിത്യമായ ആദി മുതൽ അല്ലെങ്കിൽ അനന്തമായ നിത്യമായ ഒന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതെല്ലാം ഉളവായി, അല്ലാതെ ഉളവാകില്ല. അപ്പം ഈ ഒരു ചിന്തയുടെ രൂപീകരണം അനേകം ആൾക്കാരെ വളരെയധികം സ്വാധീനിച്ചുള്ള ചിന്താഗതിയാണ്. ഇതാണ് വാസ്തവത്തിൽ പ്രപഞ്ച തത്വജ്ഞാനത്തിൻ്റെ പിന്നിലുള്ള ചിന്താഗതി. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതൊരു വ്യക്തിയാകാം, ശക്തിയാകാം, അത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള, ഏകദേശം മിക്കവരും അംഗീകരിച്ചുള്ള സത്യമാണ്. ഒരു ഫലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു വ്യക്തിപ്രകാരം പറയുകയുണ്ടായി. അപ്പോൾ ഈ പരമമായ, കേവലമായ, നിത്യമായ എന്തോ ഒന്നുണ്ട്, അത് നിത്യമാണ്. കുറേ ഒരു 10,000 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് ദ്രവിച്ച് മണ്ണായി തീരുന്ന ഒന്നല്ല. നിത്യമായി നിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇതൊക്കെ നിൽക്കാൻ പറ്റൂ, പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിനെ താങ്ങി നിർത്താൻ നിത്യമായ, ഈ കാണുന്നതിനേക്കാളും ബലമുള്ള മറ്റെന്തെങ്കിലും ഒന്നും ഉണ്ടാകണം. അപ്പോൾ കേവലമായ നിത്യമായ ഒന്നുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകില്ല, ഒന്നും നിൽക്കില്ല. ആകാശമൊക്കെ പൊടിഞ്ഞ് താഴെ പോകും. ഭൂമി ഇങ്ങനെ പന്ത് പോലെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഭൂമി താഴെ കുത്തനെ വീഴും. ഇതൊക്കെ താങ്ങി നിർത്താൻ ഈ കാണുന്ന സൃഷ്ടിയെക്കാളും ബലമുള്ള, കഴിവുള്ള മറ്റൊരു വലിയ ശക്തി നമ്മളിപ്പോൾ തൽക്കാലം പരാമർശിക്കുന്നു. ഉണ്ട്, ഒരു ഹയർ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്നൊന്നും ഉണ്ടാകില്ല. അപ്പൊ നമ്മളെങ്ങനെ ഉണ്ടായി ചിന്തിച്ചാൽ മതി. അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്നതും പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ താങ്ങി നിർത്താൻ, സൃഷ്ടിക്കാൻ, പരിപാലിക്കാൻ, നടത്താൻ മതിയായ ഒന്നാണ്. മതിയായ ഒന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി ഉപസംഹരിക്കാൻ കഴിയും. സർവശക്തിയുള്ള ഒരു അസ്തിത്വം, മനുഷ്യബുദ്ധികൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത ബലവും ശക്തിയും ജ്ഞാനവും വിവേകവും ബുദ്ധിവൈഭവവും ഒക്കെ ഉള്ള ഒരു അസ്തിത്വം, ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം, അഖിലാണ്ടം, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ആകാശഗംഗകൾ ഇതെല്ലാം കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു അസ്തിത്വമുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ മുമ്പിൽ ലോകമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ലോകമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഉത്ഭവത്തിന് ഒരു കാരണമുണ്ട്. നമ്മൾ കണ്ടു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നുവെങ്കിൽ ഈ കാണുന്ന ഒന്നും ഉണ്ടാകില്ല. ഈ കാണുന്നെല്ലാം ഇപ്രകാരം ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ, ആവർത്തിക്കുകയാണ് ഞാൻ, കാണുന്നെല്ലാം ഇപ്രകാരം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം നിത്യമായിരിക്കണം. ആ കാരണം സൃഷ്ടിയാകരുത്. സൃഷ്ടിയാണെങ്കിൽ അവസാനിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം നിത്യമായിരിക്കണം, സൃഷ്ടിയാകരുത്. അത് നിത്യതമലയിൽ നിൽക്കുന്ന, സ്വയം നിലനിൽക്കുന്ന, പരസഹായമില്ലാതെ അനന്തമായി കേവലമായി നിൽക്കുന്നതായിരിക്കും. ഇവിടെയാണ് മോശയുടെ ദർശനം ശ്രദ്ധിക്കേണ്ടത്. മോശ ചോദിച്ചു, ഞാൻ അവിടെ നടുവിലേക്ക് ചെല്ലുമ്പോൾ നിന്നെ ആരെ അയച്ചു എന്നവർ ചോദിക്കുമ്പോൾ എന്ത് പറയണം? ദൈവം, ഞാൻ ആകുന്നവൻ ഞാൻ. എന്നിട്ടൊരു ചിത്രം കാണിച്ചു, ഒരു ദർശനം കൊടുത്തു. മുൾപ്പടർപ്പിൽ കത്തുന്ന തീ. ആ തീ മുൾപ്പടർപ്പിനെ ആശ്രയിക്കുന്നില്ല. പരസഹായമായി നിൽക്കുന്ന തീ, ഒന്നിലും ആശ്രയിക്കാതെ നിൽക്കുന്ന അഗ്നി. ഇവർ ഞാൻ ആകുന്നവൻ, ഞാൻ പരസഹായമായി നിൽക്കുന്നു. എനിക്ക് ഞാനാകാൻ ഒന്നിൻ്റെ സഹായം വേണ്ട, പ്രപഞ്ചത്തിൻ്റെ സഹായം വേണ്ട, ഈ തീക്ക് മുൾപ്പടർപ്പിൻ്റെ സഹായം വേണ്ട. നിത്യമാണ് ഞാനാണ് കാരണം. എല്ലാം സൃഷ്ടിക്കാൻ, നിലനിർത്താൻ കാരണം ഞാനാണ്. ആ മനോഹരമായ ദർശനത്താലാണ് മോശ അയച്ചത്. മോശ ഒരിക്കലും ജീവിതകാലത്ത് ആ ദർശനം മറന്നു കാണില്ല. ഇവിടെ നിത്യനായ ദൈവം സ്വയം നിലനിൽക്കുന്നു. അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ എന്നും നിലനിൽക്കുന്ന, നിത്യം എന്ന വാക്ക് അവിടെയാണ് വരുന്നത്. നിത്യമായി നിലനിൽക്കുന്ന ഒന്ന് ഉള്ളത് കൊണ്ടാണ് കൺമുമ്പിൽ ഈ കാണുന്നതെല്ലാം ഉണ്ടായത്. അപ്പോൾ നിത്യമായി നിലനിൽക്കുന്നത് സ്വയം പര്യാപ്തനാണ്. ആ നിത്യമായി നിൽക്കുന്ന, അത് വ്യക്തിയാകട്ടെ ആരുമാകട്ടെ, ആ വ്യക്തിക്ക് ഒരാളുടെ സഹായം വേണ്ട. മനുഷ്യ കൈകളാൽ ഒരു ശുശ്രൂഷയും വേണ്ട. നമ്മുടെ പ്രാർത്ഥിച്ച് ദൈവത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണ്ട, ദൈവത്തിലെ തേജസ് വർദ്ധിപ്പിക്കണ്ട. ദൈവം ഇരുട്ടിലല്ല ലൈറ്റിട്ട് കൊടുക്കാൻ. ദൈവം സ്വയം പര്യാപ്തനാണ്, പരാശ്രയം കൂടാതെ നിൽക്കുന്നവനാണ്. ഒരു ദൈവവിശ്വാസി പറയും, അത് ദൈവമാണ്. ദൈവം
പര്യാപ്തമായ ഉത്തരമാണ്. ദൈവമെന്ന ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരമില്ല. എല്ലാത്തിൻ്റെയും കാരണം, എല്ലാത്തിൻ്റെ ഉറവിടം, എല്ലാം ഉത്ഭവിച്ചത്, എല്ലാം നിലനിൽക്കുന്നത്, എല്ലാം തിരിച്ചങ്ങോട്ട് പോകുന്നു, ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, എല്ലാം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവമെന്ന ഉത്തരം കണ്ടെത്തിയാൽ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് ഓർത്തുകൊള്ളുവീരെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണം. ഇതാണ് ആദ്യ സ്റ്റെപ്പ്. പിന്നെ ആ ദൈവമുള്ള ബന്ധത്തെക്കുറിച്ച് പിന്നീട്, അതിനു മുമ്പുള്ള രക്ഷയെ നേടേണ്ട ആവശ്യം പിന്നീട്. ആദ്യം അറിയണം ദൈവമുണ്ട്. ആ ഉത്തരം കിട്ടിയാൽ, ആ വ്യാഖ്യാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ല, പിന്നെ തേടുന്നില്ല. നമ്മൾ തേടേണ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തേടില്ല. അവിടെ നമ്മൾ സ്വസ്ഥമാണ്, അവിടെ വിശ്രമിക്കും. ഇപ്പം ദൈവം ആരെന്നുള്ള പൂർണ്ണത പൂർണ്ണമായി ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ലെങ്കിലും ദൈവമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മതിയായ പൂർണ്ണതയുള്ള കാരണം ദൈവമാണ്. അപ്പം ഇതാണ് ആദ്യമേ നമ്മൾ കണ്ടത്. ഒന്നുമില്ലായ്മ നിന്ന് ഒന്നുമുണ്ടാകില്ല. എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകണം. സൗകര്യം ചമയ്ക്കാൻ ഒരാൾ വേണം. രണ്ടാമത്, പദാർത്ഥം പര്യാപ്തമല്ല. പദാർത്ഥം, അതായത് ഭൗതികവാദികളും പ്രകൃതി മാത്രവാദികളും, അതായത് പ്രപഞ്ചവാദികളും, അവർ പറയുന്നു എല്ലാം ഉണ്ടാകാനുള്ള കാരണം പദാർത്ഥമാണ്, മാറ്റർ, പദാർത്ഥമാണ്. അതായത് അനാദിയായുള്ള കോശങ്ങൾ തങ്ങി നിൽക്കുന്ന ചളി മണ്ണിൽ നിന്ന്, അതായത് പദാർത്ഥത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനോഹരമായ ആവിഷ്കാരവും ഭംഗിയുമൊക്കെയുള്ള ഈ പ്രപഞ്ചം രൂപപ്പെട്ടു വന്നത് എന്നാണ് ഇക്കൂട്ടരുടെ വാദഗതി. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊരു അസംബന്ധമാണ്. അപ്പോൾ സൃഷ്ടിക്കുന്ന കഴിവ് സൃഷ്ടിക്കപ്പെട്ടതിൽ വ്യക്തമായി കാണണം. ഒരു വസ്തുവിനെ സൃഷ്ടിച്ചാൽ, മണ്ണുകൊണ്ടൊരു രൂപം മെലിഞ്ഞെടുത്താൽ, ആ രൂപത്തെ കാണുമ്പോൾ അത് സൃഷ്ടിച്ച വ്യക്തിയുടെ കഴിവും വൈഭവവും ഉദ്ദേശവുമൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ അല്പമെങ്കിലും ആ സൃഷ്ടിയിൽ കാണാം. പക്ഷെ അത് സൃഷ്ടിച്ച വ്യക്തി ഈ സൃഷ്ടിച്ചതിനേക്കാളും അധികം കഴിവുള്ളവനാണ്. അപ്പോൾ വ്യക്തിവിശേഷം, ഉദാഹരണത്തിന് മനുഷ്യന് ദൈവം നൽകി തന്നിരിക്കുന്ന വ്യക്തിത്വ വിശേഷണങ്ങൾ, അത് പദാർത്ഥങ്ങൾക്കില്ല. ഇപ്പൊ ദൈവം പൊടി സൃഷ്ടിച്ചതും ദൈവമാണ്. അതിൻ്റെ അർത്ഥം ദൈവം പൊടിയാണെന്നല്ല. ദൈവം എത്ര ഉന്നതനാണ്, തനിക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയും. ചിന്തിച്ചു നോക്കുക. ദൈവം മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിച്ചു, വ്യക്തിത്വം സൃഷ്ടിച്ചു, സങ്കല്പം, ഇഷ്ടം, ചിന്തകൾ, ആലോചനകൾ, ഉപസംഹാരം, അറിവ്, പരിജ്ഞാനം, തീരുമാനം, ഇതിനൊക്കെ കഴിവോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഇത് സൃഷ്ടിച്ച വ്യക്തി, സൃഷ്ടിച്ച ഉറവിടം, അത് ആരുമാകട്ടെ, വ്യക്തിയെ ഞാൻ പറയുന്നു, ശക്തി എന്ന് പറയുന്നത് മാറി മാറി ഉപയോഗിക്കുക. അത് ഇതിൻ്റെ കാരണം, ഈ മനുഷ്യനുണ്ടാകേണ്ട കാരണം, ഈ മനുഷ്യന് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, വ്യക്തിത്വവും മനസ്സും ചിന്തയും ബോധാവസ്ഥയും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അഭിപ്രായങ്ങൾ പറയേണ്ട കഴിവും ഉപസംഹരിക്കാൻ കണക്കൂട്ടി കണ്ടുപിടിക്കാനുള്ള കഴിവ്, ഇതൊക്കെ മനുഷ്യനുണ്ടെങ്കിൽ ഇത് സൃഷ്ടിച്ച വ്യക്തിക്ക് ഇതിൻ്റെയൊക്കെ എത്ര അധികം ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ എത്ര അധികം ആയിരക്കണക്കിന് മടങ്ങ് കഴിവില്ലേ. അതുകൊണ്ടല്ലേ താൻ സൃഷ്ടിച്ച മനുഷ്യന് ഇതൊക്കെ കൊടുത്തത്. മൃഗങ്ങൾക്ക് കൊടുക്കാതെ മനുഷ്യന് പ്രത്യേകമായ കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ആലോചിക്കാനുള്ള കഴിവ്, ആലോചിച്ച് ഉത്തരം പറയാനുള്ള കഴിവ്, പറഞ്ഞത് തിരുത്തുവാൻ സോറി പറയാനുള്ള കഴിവ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിന് സോറി പറയേണ്ട കാര്യമില്ല, അത് വേറെ വിഷയം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ ഇതെല്ലാം കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൃഷ്ടിച്ച ദൈവം ഇതിൻ്റെയൊക്കെ ഈ കഴിവുകളുടെ ഗുണങ്ങളുടെ പൂർണ്ണതയല്ലേ. ഇത് പദാർത്ഥങ്ങൾക്കില്ല. പദാർത്ഥ നിബിഡമായ പദാർത്ഥം നിറഞ്ഞ ലോകത്തിന് ഇതിന് ഉത്തരമില്ല. അപ്പോൾ ശരിക്കും ന്യായവും ശാസ്ത്രവും ആവശ്യപ്പെടുന്നത് ഇന്ന് കാണുന്ന സകല പ്രതിഭാസങ്ങളുടെയും കാരണമായ ആ വ്യക്തി, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച വ്യക്തി, സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ തൻ്റെ കഴിവുകളും ഗുണങ്ങളും അല്പമായി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിൽ നിന്നാണെന്നുള്ളതിൻ്റെ തെളിവാണത്. മനുഷ്യരായ നാം വൈകാരിക വ്യക്തികളാണ്, യുക്തിബോധമുള്ള വ്യക്തികളാണ്. ശ്രദ്ധിക്കുക, വൈകാരികവും യുക്തിബോധമുണ്ട്, വികാരങ്ങളുണ്ടെന്നാണ്. അതാണ് വൈകാരികം. യുക്തിബോധം, ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കും, പെട്ടെന്ന് എടുത്താടില്ല, അങ്ങനെ ചാടുന്നവരുണ്ടാകാം. അപ്പം നാം അങ്ങനെയുള്ളവരായതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉറവിടമായ വ്യക്തി, നമുക്ക് ഈ കഴിവ് തന്ന, ഈ അവസ്ഥ തന്ന വ്യക്തി ഇതിനേക്കാൾ എത്ര മടങ്ങായിരിക്കും, എത്ര മടങ്ങ് ആ വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിച്ചത്. അപ്പോൾ ആദ്യ കാരണം, മൂലകാരണമെന്ന് പറയുന്ന ആ വ്യക്തി അന്തമില്ലാത്ത
സ്വതന്ത്രമായ പര്യാപ്തതയുള്ള ഒരു ഉറവിടമാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യരിങ്ങനെ ഉണ്ടാകില്ല. ഈ തരത്തിൽ മനുഷ്യർ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവമില്ലെന്ന് പറയുന്നത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അതിന് പറയാനുള്ള കഴിവ് കൊടുത്ത ദൈവമാണ്. പക്ഷെ ദൈവമല്ല പറയിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയാനായിട്ട് അവൻ തീരുമാനിച്ചത് ദൈവം കൊടുത്ത നാവ് കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്, കഴിവുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. പക്ഷെ അതിനെ വികലമാക്കി. ദൈവത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാരണം സകലത്തിന് മുമ്പനായ ഒരാളുണ്ട്, എല്ലാത്തിനും ആധാരമായ ഒരാളുണ്ട്, എല്ലാ മൂലകാരണം, ആദ്യ കാരണം. ആ കാരണം അനന്തമാണ്, സ്വതന്ത്രമാണ്. നേരത്തെ കണ്ടു മോശയുടെ ചിത്രം ഉൾപ്പെടുന്നു. സ്വതന്ത്രമാണ്, പരാശ്രയം വേണ്ട, മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല, ഒരു വസ്തുവിനെ ആശ്രയിക്കുന്നില്ല. ഇതൊരു വസ്തുവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്, പരാശ്രയമില്ലാത്തവനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഈ ആദ്യ കാരണം, മൂലകാരണം, അപ്പോൾ അവിടെയാണ് നമ്മുടെ വിഷയം. മൂലകാരണം, ഇതിൻ്റെയൊക്കെ കാരണം എവിടെയാണ്? ആദ്യ കാരണം, മൂലകാരണം പര്യാപ്തമായ കാരണമാണ്. പദാർത്ഥങ്ങൾ പര്യാപ്തമല്ല. പദാർത്ഥങ്ങളിൽ കഴിവില്ല. ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ, ബോധാവസ്ഥ സൃഷ്ടിക്കാൻ, മനസ്സിനെ സൃഷ്ടിക്കാൻ ഈ മണ്ണിന് കഴിയില്ല, ഈ തടിക്ക് കഴിയില്ല, ഈ വെള്ളത്തിന് കഴിയില്ല, തീക്ക് കഴിയില്ല. പ്രപഞ്ചത്തിലുള്ള ഒരു പദാർത്ഥങ്ങൾക്കും വ്യക്തിത്വം, ബോധാവസ്ഥ, മനസ്സ്, ഇഷ്ടം, സങ്കല്പം ഇതിനുള്ള കഴിവില്ല. ഇത് പദാർത്ഥമാണ്. പദാർത്ഥങ്ങൾ ഈ കഴിവില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും വരില്ല. അപ്പൊ ഈ ഭൗതിക ലോകം ഒരിക്കലും സ്വയം വ്യാഖ്യാനിക്കുന്നില്ല, വിശദീകരണം തരുന്നില്ല. ഭൗതിക ലോകത്തിന് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ കാരണം എന്തെന്ന് പറയാൻ കഴിവില്ല. ഈ പദാർത്ഥ നിബിഡമായ ലോകത്തിന് ഇതിന്റെ കാരണം എന്തെന്ന് പറയാൻ കഴിവില്ല. അപ്പോൾ ചിലർ പറയുന്ന പോലെ പദാർത്ഥങ്ങളുടെ കോടിക്കണക്കിന് വർഷങ്ങളുടെ ചലനം കൊണ്ട് പരിണമിച്ചുണ്ടായതാണ് ഈ ഭൂമി എന്നൊക്കെ പറയുന്ന മനുഷ്യർ. ഈ പദാർത്ഥങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ പരിണമിച്ചാണ് ഇങ്ങനെയെല്ലാം രൂപപ്പെട്ട് വന്നെങ്കിൽ എന്താ പിന്നെ അവിടെ നിന്നുപോയെ? വീണ്ടും പരിണമിക്കണ്ടേ? ഒരു പ്രക്രിയ തുടരണ്ടേ? ബാറ്ററിയുടെ ചാർജ് ചെയ്ത് നിന്നുപോയ എന്തുകൊണ്ടാണ്? മനുഷ്യൻ വീണ്ടും എന്താ പരിണമിക്കാത്ത? അപ്പൊ എല്ലാം പരിണമിക്കണ്ടേ വീണ്ടും? അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്താ? എവിടെ നിന്ന് വന്നു എന്നൊക്കെ. അപ്പൊ ഈ പ്രപഞ്ചം ഇവർ പറയുന്നതിനേക്കാൾ, ഇങ്ങനെയുള്ള പ്രപഞ്ചവാദികളും പ്രകൃതിവാദികളും പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ്. അവർക്കത് നൽകാനും പറ്റില്ല. പൊട്ടിത്തെറിച്ചുണ്ടായി. എവിടെ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി? പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണ്? ഒരു കാരണമില്ലാതെ പൊട്ടിത്തെറിക്കില്ലല്ലോ. അവർ പൊട്ടിത്തെറിച്ചാണ് ഉണ്ടായെന്ന് പറയുന്നെങ്കിൽ പൊട്ടിത്തെറിക്കൊരു കാരണം വേണ്ടേ? എന്താണ് ആ കാരണം? അതെന്താ പറയാത്തെ? അവിടെയാണ് ദൈവം എന്ന ഉത്തരത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടാവായ ദൈവം, പൂർണ്ണതയുള്ള പര്യാപ്തമായ വിശദീകരണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവമാരാണ്, എവിടെ നിന്നെന്നുള്ളത്. ദൈവം എന്ന ഉത്തരത്തിലെത്തിയ, നേരത്തെ പറഞ്ഞതാണ്, പിന്നെ ഒരു ഉത്തരം വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യനെ ഈ വിധത്തിൽ സൃഷ്ടിച്ച ദൈവം വലിയ ജ്ഞാനം കൊണ്ടും ബോധം കൊണ്ടും കഴിവ് കൊണ്ടും സങ്കല്പത്തിനും ചിന്തിക്കാനും എഴുതാനും ആലോചിപ്പാനും ഒക്കെ കഴിവോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഇങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമെങ്കിൽ ദൈവം ഇത്രമാത്രം അധികമാണ്. ദൈവത്തിൻ്റെ കഴിവെന്താണ്? ഇപ്പൊ ദൈവമാണ് പര്യാപ്തമായിട്ടുള്ള വിശദീകരണം. ആ വിശദീകരണം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിശദീകരണം തേടില്ല. എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിശദീകരണം വേണ്ട. അപ്പൊ ഈ ഒരു ന്യായം, ഈ ഒരു പാത നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ദൈവം മതിയായ കാരണമെന്ന ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരും. പിന്നെ മറ്റൊരു ഉത്തരം തേടേണ്ട ആവശ്യമില്ല. അങ്ങനെ തേടുന്ന വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഉത്തരം തേടി, ഉത്തരം കിട്ടി, പിന്നെ ഉത്തരം തേടുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു അബദ്ധമാണത്. അപ്പോൾ മതിയായ കാരണം നമ്മൾ തേടുമ്പോൾ തീർച്ചയായും ദൈവത്തിലെത്തി. ദൈവത്തെ അന്വേഷിക്കണം ബുദ്ധിമാനായ മനുഷ്യൻ. ദൈവം എവിടെ എന്ന് ചോദിക്കണം. ഇതിലെല്ലാം കാരണം എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ ദൈവം പറയും നീ കണ്ടെത്തും. ഇപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു, എന്തെങ്കിലും ഉണ്ടാകാൻ എന്തെങ്കിലും വേണം. 2,
പദാർത്ഥങ്ങൾ മതിയായ ഉത്തരമല്ല. 3, യുക്തിബോധം. യുക്തിയും ബുദ്ധിയും ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉത്ഭവിക്കില്ല. യുക്തിബോധം, റാഷണാലിറ്റി, അതൊരിക്കലും ഇറാഷണലായ, അതായത് ബുദ്ധിയും യുക്തിയും ഇല്ലാത്ത ഒന്നിൽ നിന്ന് വരില്ല. ഇതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നും വരില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുണ്ട്, പ്രപഞ്ചമുണ്ട്, നമ്മളുണ്ട്. അതുകൊണ്ട് എന്തോ നിത്യമായിട്ടുണ്ടായിരുന്നു. എന്തോ നിത്യമായി, നമ്മൾ ദൈവമെന്ന് വ്യക്തമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല. എന്തോ ഇതിൻ്റെ ഒരു കാരണം പണ്ടേ ഉണ്ടായിരുന്നു. അത് നിത്യമായ കാരണമാണ്. അതിന് യുക്തിയും ബോധവും മനസ്സും ഒക്കെ ഉള്ള ഒരു കാരണമാണ്, അനാദിയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ന്യായം വളരെ വ്യക്തമാണ്. ഇത് ഭൗതികവാദികൾക്ക് ഈ ന്യായം കിട്ടില്ല. കാരണം അവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. അവരുടെ സംഭവിച്ച എല്ലാത്തിൻ്റെ കാരണം എന്തെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി കാണേണ്ടത്, ഒരു യുക്തി, അതായത് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തി യുക്തിഹീനമായ ഒന്നിൽ നിന്ന് വരില്ല. പദാർത്ഥം യുക്തിഹീനമാണ്, അതിന് ചിന്തിക്കാൻ കഴിവില്ല, ബോധാവസ്ഥയില്ല, മനസ്സില്ല, സങ്കല്പമില്ല, ഒന്നുമില്ല. അതിൽ നിന്ന് യുക്തിബോധമുള്ള ചിന്താശക്തിയുള്ള ഒന്നുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുമില്ലായ്മ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. രണ്ടാമത് നമ്മൾ കാണുന്നത്, അതിൻ്റെ രണ്ടാമത്തെ പടി, ബുദ്ധിയുള്ള ചിന്താശക്തിയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യരുടെ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉപസംഹരിക്കാൻ കഴിയും, ഇതിൻ്റെയൊക്കെ പിന്നിൽ നിത്യമായ യുക്തിബോധമുള്ള ഈ സങ്കല്പങ്ങളും ആലോചനകളും തീരുമാനമെടുക്കാൻ കഴിവുള്ള ആരോ ഒന്നുണ്ട്, ഒരാളുണ്ട്. ഈ മനുഷ്യൻ ഈ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടില്ല. ഒരിക്കലും കുരങ്ങളിൽ നിന്ന് മനുഷ്യൻ വരില്ല. ആ ചിന്ത തന്നെ എന്തൊരു അസംബന്ധമാണ്. അപ്പൊ ഈ പറഞ്ഞ് നമുക്ക് ഉപസംഹരിക്കുമ്പോൾ, ഇന്നത്തെ പഠനം ഉപസംഹരിക്കുമ്പോൾ, ഈ പഠനത്തിലെ പ്രധാന ചിന്തകൾ അടുത്ത അവതരണത്തെ നമ്മൾ ചുരുക്കം ഒന്നുകൂടെ പറയും. കാരണം ഈ വിഷയം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പോലെയല്ല ഇത്. അതുകൊണ്ട് ഇത് വീണ്ടും കേൾക്കുന്നത് ആവശ്യമെങ്കിൽ കേൾക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? ഇതാണ് ഹേതു, കാരണം എന്ന് പറയുന്ന വാദത്തിൻ്റെ അടിസ്ഥാനം. ഈ വാദത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു ബുദ്ധി വൈഭവം, ഒരു വിവേകം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ട്. അത് അടിവരയിടുക മനസ്സിൽ. ഈ കാണുന്ന മനോഹരമായ പ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് ആകാശഗംഗകൾ, അങ്ങനെയുള്ള താരപഥങ്ങൾ എല്ലാം നിറഞ്ഞ മഹാപ്രപഞ്ചത്തിൻ്റെ നടുവിൽ ഭൂമി എന്ന് പറയുന്ന ഒരു സൃഷ്ടിയും അതിൻ്റെ കാലാവസ്ഥകളും അന്തരീക്ഷത്തൊക്കെ ക്രമീകരിക്കുന്ന സംവിധാനങ്ങളും ഓസോൺ ലെയർ ഉൾപ്പെടെ പലതുമാകട്ടെ, ഇതെല്ലാം കാണുമ്പോൾ ആ സൗരയൂഥത്തിൻ്റെ ചിത്രം, കിട്ടുന്ന ചിത്രമെങ്കിലും നോക്കിയാൽ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. ബുദ്ധിയുള്ള, ബുദ്ധി വൈഭവമുള്ള, വിവേകമുള്ള, ജ്ഞാനമുള്ള ആരോ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത്ര സങ്കീർണമായിട്ടുള്ള ഈ സംവിധാനം എങ്ങനെയുണ്ടായി? പൊട്ടിത്തെറിച്ചുണ്ടായിരുന്നു. ഈ സങ്കീർണ സംവിധാനം അവിടെ നിന്നുണ്ടായി. അപ്പൊ ഇതിൻ്റെ പിന്നിൽ മനുഷ്യരുടെ ബുദ്ധികൾക്കും വൈഭവത്തിനും ജ്ഞാനത്തിനും അറിവിനും ചിന്തകൾക്കുമെല്ലാം 10,000 കോടിക്കണക്കിന് മടങ്ങ് ഇരട്ടി കഴിവുള്ള ആരോ ഒരാളുണ്ട്. ഒരാൾ ഇന്ന് പലതും കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യന്, പ്രപഞ്ചത്തിലെ പലതും ഇന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിലേക്ക് പിന്നിലുള്ളത് എത്രമാത്രം ഇതിൽ ഉന്നതമായ കഴിവും ജ്ഞാനവും അറിവുമുള്ള ഒരാളായിരിക്കണം. അത് ദൈവമാണ്. യുക്തിബോധമുള്ള, ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ പര്യാപ്തമായ കാരണം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നത് അത് ശൂന്യതയിൽ നിന്ന് വന്നതല്ല. ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നൊരു കാരണമുണ്ട്. ആ കാരണം നിത്യമാണ്. ഇതൊക്കെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. സൃഷ്ടിക്കാൻ മാത്രമല്ല, വഹിക്കാൻ, നിലനിർത്താൻ, പരിപാലിക്കാൻ, ലക്ഷ്യത്തിലേക്ക് നടത്താൻ പര്യാപ്ത കാരണമാണ്. എല്ലാം ഒരു വ്യക്തിയിൽ, ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിലൂടെ, ക്രിസ്തു മുഖാന്തരം എന്ന് കൊലോസ്യത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇത് ഉത്ഭവിച്ചത് എവിടെ നിന്ന്? ഉത്ഭവിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? ഓരോ സൃഷ്ടികളെ വെച്ച് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഉത്ഭവിച്ചത്, ഇതിനെല്ലാം ഉത്ഭവിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം താൽക്കാലികമാണ്. പക്ഷെ സൃഷ്ടിച്ച വ്യക്തി നിത്യനാണ്. നിത്യനായ ദൈവം താൽക്കാലികമായി ഒന്നിനെ സൃഷ്ടിച്ചു. ആ ദൈവവുമായുള്ള ബന്ധം, ആ സൃഷ്ടാവുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമ്മുടെ നിത്യത എന്ന അനുഭവത്തിലേക്ക് നമ്മളും പോകാൻ പോകുന്നത്.
ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പഠനത്തിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. പദാർത്ഥം താൽക്കാലികമാണ്, കാരണം അത് നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രമാണ്. ഈ പദാർത്ഥം പദാർത്ഥം നിറഞ്ഞു കിടക്കുന്ന പ്രപഞ്ചം അത് താൽക്കാലികമാണ്. പത്രോസ് വ്യക്തമായി കാണിച്ച ദൈവവചനം പറയും, ദൈവം ഒരു ദിവസം താൻ നിശ്ചയിച്ച ദിവസത്തിൽ ഇതിനെ കത്തിച്ച് നശിപ്പിച്ച് ഇല്ലാതാവും. നിത്യസ്വഭാവം പദാർത്ഥത്തിനില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യതയിലേക്ക് അവനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ യാത്രയിൽ, ജീവിത ഒരു യാത്രയാണ്, ഈ യാത്രയിൽ നമ്മുടെ രക്ഷകനെ, സൃഷ്ടാവിനെ, അപ്പനെ കണ്ടാൽ, തിരിച്ചറിഞ്ഞാൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഭൂമി കത്തിക്കഴിഞ്ഞു പോയാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവവിശ്വാസികളായ ഇവിടെ അവസാനിച്ചാലും അവർക്ക് നിത്യമായൊരു ഭവനത്തിലേക്ക് ദൈവരെ കൊണ്ടുപോകും. ഇപ്പം ദൈവത്തെ അറിയാൻ കഴിയും. ദൈവം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, ദൈവം തന്നെ മറച്ചു പിടിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കും നമ്മൾ ദൈവത്തെ അറിയണം, നാം ദൈവത്തെ അറിയണം. പക്ഷെ മറക്കല് നമ്മൾ നിൽക്കുന്ന പോർക്കളം. ദൈവമില്ല, ആത്മജ്ഞാന നിഷേധികൾ, ചാർവികന്മാർ, നിരീശ്വരവാദികൾ, തത്വചിന്തകന്മാരൊക്കെ ശക്തമായി ആക്രമിക്കുകയാണ്. ഉത്തരം പറയാൻ പലർക്കും കഴിയും. നമ്മൾ പറഞ്ഞു, പലരുടെയും വാളുകളും കത്തികളും തുരുമ്പെടുത്ത് കഴിഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയില്ല ഇന്നാർക്കും. എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു പറയാൻ പറ്റുന്നില്ല. നമ്മളുടെ പ്രത്യാശയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓടിക്കളയുകയാണ്. അത് പാടില്ല. കൃത്യമായി പറയാൻ കഴിയണം, ദൈവമുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാണ്. ശൗലിന്റെ ജീവിതം കാണിച്ചതുപോലെ, ശൗല് ക്രൂരനായി കൊലപാതകയായി ഈ മനുഷ്യൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്? അത് വെറുതെ തോന്നലാണെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ മാറും. അവസാനം കഴുത്ത് വെട്ടിമാറ്റപ്പെടുവാൻ പോലും തലകുനിച്ചു കൊടുത്ത മനുഷ്യൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. വലിയ നീണ്ട യാത്രയാണ്, ക്ഷമയോടുകൂടി ആയിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവകൃപ അധികം ആവശ്യമാണ്. അതിന് ദൈവം നിങ്ങൾ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.